ദ ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്നത്തം അത്തം പത്തോണം, ഓണം മലയാളികളുടെ ദേശീയോത്സവം. എങ്ങനെയാണ് ഓണം മലയാളികളുടെ ദേശീയോത്സവമായത്? എന്താണ് അതിൻ്റെ സാംസ്കാരിക ചരിത്രം? അതേസമയം ദേശങ്ങളും സമുദായങ്ങളും തമ്മിൽ ഇപ്പോഴും വൈജാത്യങ്ങൾ നിലനിൽക്കുന്നില്ലേ? മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയായിരുന്നു. ഓണത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ചാണ് അധ്യാപകനും എഴുത്തുകാരനുമായ പി രഞ്ജിത്ത് സംസാരിക്കുന്നത്. ഏവർക്കും സ്വാഗതം. ഓണം മലയാളികളുടെ ദേശീയോത്സവമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത് 1961-62 കാലത്താണ്. 60-61 കാലത്താണ് ചർച്ച തുടങ്ങി പ്രഖ്യാപിച്ചു. പക്ഷെ അതിനു മുൻപ് തന്നെ 1930 തൊട്ട് ഈ ചർച്ച തുടങ്ങി വെച്ചിട്ടുണ്ട്. ഓണം മലയാളികളുടെ ദേശീയോത്സവമാണ്. ദേശീയോത്സവം ആയിട്ട് പ്രഖ്യാപിക്കാൻ അന്ന് കേരളത്തിൽ മൊത്തത്തിലൊരു ഗവൺമെൻറ് ഇല്ല. അന്നുള്ളത് തിരുവിതാംകൂറും കൊച്ചിയും പിന്നെ ബ്രിട്ടീഷ് മലബാറുമാണ്. അപ്പോൾ അവർക്ക് ദേശീയോത്സവം എന്ന സങ്കല്പമൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ദേശീയോത്സവം എന്നുള്ള വാക്കന്ന് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു. പ്രത്യേകിച്ചും കോട്ടയ്ക്കൽ PV കൃഷ്ണവാര്യരെ പോലുള്ള ആൾക്കാർ, KVM, അങ്ങനെ ഒരുപാട് പേര്. അങ്ങനെ ചർച്ച തുടങ്ങി വയ്ക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ 19-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പകുതി വരെയെങ്കിലും ഓണം വളരെ വൈവിധ്യപൂർണ്ണമായിട്ടാണ് ആഘോഷിച്ചിരുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന വളരെ സുഘടിതമായൊരു മിത്തൊന്നും ഓണത്തിനുണ്ടായിരുന്നില്ല. അതായത് മഹാബലി, വാമനൻ ചവിട്ടി താഴ്ത്തിയിട്ട് മഹാബലി തിരിച്ചു വരും, അങ്ങനെയൊന്നൊരു മിത്തൊന്നും അല്ല ഉണ്ട്. ആ മിത്ത് ഉണ്ടായിരുന്നു അതിൻ്റെ വേറൊരു രൂപത്തിൽ. പക്ഷേ കേരളത്തിലുടനീളം, കേരളം എന്ന് അന്നത്തെ അർത്ഥത്തിൽ പറയുമ്പോൾ ഈ കേരളക്കരയാണ്. അതായത് അന്നത്തെ കേരളം എന്ന് പറയുന്നത് ഏതാണ്ട് ഗോകർണം തൊട്ട് കന്യാകുമാരി വരെയാണ്. അതിൽ തുളുനാടുണ്ട്, കേരളക്കരയുണ്ട്, മലയാള നാടുണ്ട്. ഇവിടെയൊക്കെ ഇതിൽ വടക്കോട്ടില്ല. അതായത് ഏകദേശം കണ്ണൂരിന് വടക്കോട്ട് ഓണത്തിനെ കുറിച്ചുള്ള മിത്തുകളോ ഓണത്തിൻ്റെ ചടങ്ങുകളോ ഇല്ല. ഇപ്പോഴത്തെ ഏതാണ്ടൊരു ചിറക്കൽ താലൂക്ക് വരെയൊക്കെ അതുണ്ട്, പൂക്കളം പോലത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലാ സ്ഥലത്തും, അതുപോലെ തെക്ക് തിരുവനന്തപുരം ഭാഗത്ത് ചിലർ ഓണം ആഘോഷിച്ചിരുന്നെങ്കിലും ചിലർക്കുണ്ടായിരുന്നില്ല. കന്യാകുമാരി ജില്ലയിലേക്ക്, ഇപ്പോഴത്തെ കന്യാകുമാരി ജില്ല എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ്. അവിടെയും ഓണാഘോഷത്തിൻ്റെ രീതി കുറവായിരുന്നു, വ്യത്യസ്തമായിരുന്നു. അവിടെ ശ്രീകൃഷ്ണൻ്റെ പിറന്നാളായിട്ടുള്ളൊരു ഓണമാണ്. പല സ്ഥലത്തും പല തരത്തിലാണ്. എല്ലായിടത്തും മാവേലി മിത്ത് ഉണ്ടായിരുന്നില്ല. ചിലയിടത്ത് മാവേലി ഉണ്ടായിരുന്നു, ചിലയിടത്ത് പലതരത്തിലുള്ള മാവേലിമാരുണ്ടായിരുന്നു, ചിലയിടത്ത് മാവലി ആയിരുന്നു, ചിലർ മഹാബലി ആയിരുന്നു. അങ്ങനെ പലരും പലതരത്തിൽ. പ്രാദേശികമായിട്ട് മാത്രമല്ല, ജാതിയാണല്ലോ അന്നത്തെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക വിഭജനം. ആ ജാതിപരമായിട്ടും ഓണം വളരെ വൈവിധ്യപൂർണ്ണമായിട്ടാണ് ആഘോഷിക്കുന്നത്. പിന്നെ ചടങ്ങുകളുടെ കാര്യത്തിലായാലും, പൂക്കളം പോലുള്ള, തൃക്കാരപ്പന വയ്ക്കൽ പോലുള്ള എല്ലാതരം ചടങ്ങുകളുടെ കാര്യത്തിലും കളികളുടെ കാര്യത്തിലും ഒക്കെ വൈവിധ്യമുണ്ട്. കാരണം വൈവിധ്യമാണ് പഴയ കാലത്തിലെ പ്രധാനപ്പെട്ട സ്വഭാവം. ഐക്യം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ബോധപൂർവ്വമുള്ള ശ്രമം നടത്തുമ്പോഴാണ് അങ്ങനെ ഐക്യം ഉണ്ടാവുന്നുള്ളൂ. അല്ലാതെ തനിയെ ഐക്യം ഉണ്ടാവുന്നില്ലല്ലോ. പക്ഷേ 1850 തൊട്ട് മാറാൻ തുടങ്ങി. അതിന് മാറാൻ തുടങ്ങിയ പ്രധാന കാരണം അച്ചടിയിലൂടെ കുറേ നാടൻ പാട്ടുകൾ പ്രചരിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് നാടൻ പാട്ടുള്ള വാമൊഴിയായിട്ടായിരുന്നു, ചെറിയ ചെറിയ കൂട്ടങ്ങളിലൂടെയാണ് പ്രചരിച്ചിരുന്നത്. അച്ചടിയിലെ നാടൻ പാട്ട് പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മാവേലി ചരിതം, ഓണപ്പാട്ട് പോലുള്ള ചില പാട്ടുകൾ, ചില പൊതു കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ഈ പൊതു കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തപ്പോഴാണ് ഓണത്തിന് ചില സമാനതകൾ ഉണ്ടാവാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഈ ഓണം എന്നുള്ള വാക്കുണ്ട്. ഈ വാക്കിൻ്റെ അർത്ഥം ഓരോരുത്തരും ഓരോ തരത്തിലാണ് വിഭാവനം ചെയ്യുന്നത്. ഓണം എന്നുള്ള ഉത്സവം ഓരോരുത്തരും ഓരോ തരത്തിലാണ്. പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, സമാനതയുണ്ടെന്ന് പറയാവുന്ന കാര്യം, എല്ലായിടത്തും ഓണത്തിന് എന്താ പറയുക, പണി ഒഴിവായിരുന്നു. ജന്മിമാർക്കായാലും അടിയാളർക്കായാലും അന്ന് ഓണക്കാലത്ത് കുറച്ച് ദിവസം പണി ഉണ്ടായിരുന്നില്ല. ഓണക്കാലത്ത് പണി ചെയ്യിക്കുന്നത് എന്തൊരു തെറ്റ് പോലെ കരുതിയിരുന്നു. പണി ചെയ്യിക്കില്ല, അപ്പോൾ അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കളികളുണ്ടാവും. പിന്നെ ഭക്ഷണം അത്യാവശ്യം കിട്ടുമായിരുന്നു. കാരണം അവരവർ അധ്വാനിച്ചുണ്ടാക്കിയത് അല്ലെങ്കിൽ പോലും ഭക്ഷണം എവിടെയെങ്കിലും കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം സമൃദ്ധമായിട്ട് കിട്ടുക, പണിയില്ലാതിരിക്കുക, സ്വാഭാവികമായിട്ടും ധാരാളം സ്വാതന്ത്ര്യം പ്രകടമാക്കുന്ന ധാരാളം കളികളുണ്ടായിരുന്നു. ഈ കളികളാണ് ഓണക്കാലത്തെ ആഹ്ലാദപൂർണ്ണമാക്കി മാറ്റിയിരുന്നത്. മറ്റ് ചടങ്ങുകളെല്ലാം ഓരോ സമൂഹത്തിനനുസരിച്ചും വ്യത്യസ്തമായിരുന്നു. പക്ഷേ ദേശീയോത്സവമായിട്ട് മാറുന്ന ഘട്ടത്തിൽ 1930 തൊട്ടുള്ള ചർച്ചയിൽ ചില പ്രത്യേക ബിംബങ്ങൾ, പ്രത്യേക കാര്യങ്ങൾ ഓണത്തിൻ്റെ പൊതു കാര്യമായിട്ട്, പൊതു സ്വഭാവമായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചർച്ച ചെയ്യുന്നതെല്ലാം തന്നെ കേരളത്തിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള സവർണ സമൂഹം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ ഓണമാണ് കേരളത്തിൻ്റെ ഓണമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങി, അങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. സാവകാശം ആഘോഷത്തിൽ കുറച്ച് മാറ്റം വരാൻ തുടങ്ങി. മാവേലിയുടെ കഥ എല്ലായിടത്തും വ്യാപിച്ചു. മാവേലിയെ മഹാബലിയാക്കിയിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങി. അതായത് പുരാണത്തിലെ കഥയായിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങി. അതിനു മുമ്പുള്ള മാവേലി തൃക്കാക്കര, ഈ മാവേലി പാട്ടിലെ മാവേലി തൃക്കാക്കരയിലെ ഒരു രാജാവായിരുന്നു. അദ്ദേഹം ഓണം തുടങ്ങി എന്നും പിന്നീട് അദ്ദേഹം മരിച്ചു പോയപ്പോൾ ഓണം ഇല്ലാതായി എന്നും, ആ ഓണം ഇല്ലാതായപ്പോൾ ജനങ്ങൾ സങ്കടപ്പെട്ടപ്പോൾ
സങ്കടപ്പെട്ട് മാധവനോട് പ്രാർത്ഥിച്ചപ്പോൾ മാധവൻ അല്ലെങ്കിൽ മാദേവർ വന്നിട്ട് മാവേലിയും കൂട്ടി ഓണത്തിന് തിരിച്ചു വന്നു. അങ്ങനെ ഓണാഘോഷം വീണ്ടും വിപുലമായി തുടങ്ങിയെന്നൊക്കെയാണ് ഈ മാവേലി പാട്ടിലെ കഥ. അതിൽ വാമനനൊന്നും ഉണ്ടായിരുന്നില്ല. ചില പാഠങ്ങളിൽ ഒരു പാഠത്തിൽ മാത്രമാണ് അതിലൊരു ഉണ്ണി വരുന്നതിനെ കുറിച്ച് പറയുന്നത്. ഈ കഥയൊക്കെ അങ്ങനെ മാറിയിട്ട് സാവകാശം പുരാണത്തിലെ മഹാബലി മിത്തും ഈ മാവേലി കഥയും കൂടി ഇടകലർത്തിയിട്ട് കേരളത്തിൻ്റെതായിട്ട് ഒരു തനത് മഹാബലി മിത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇതെല്ലാം നടക്കുന്നത് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമാണ്. അതിനു മുൻപ് പുരാണത്തിലെ കഥ വേറെയുണ്ട്, മാവേലി കഥ വേറെയുണ്ട്. ഇതിനെ കൂട്ടിച്ചേർക്കാനുള്ള ശ്രമങ്ങൾ പണ്ട് കുറച്ചൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് വ്യാപകമായത് മിത്തായിരുന്നില്ല നമുക്ക് പറയാൻ പറ്റും. അത് കൂടുതലായിട്ടും ബ്രാഹ്മണർക്കിടയിലും സവർണർക്കിടയിലുമാണ് ഈ കത്തുണ്ടായിരുന്നത്. ബ്രാഹ്മണരാണെങ്കിൽ കൂടുതലും പരശുരാമനെ ആരാധിച്ചതുകൊണ്ട് മഹാബലി അവരുടെ രാജാവായിരുന്നില്ല. അവർ കൂടുതൽ വിഷ്ണുവിൻ്റെയും വാമനൻ്റെയും പക്ഷത്ത് നിന്നുകൊണ്ട് ഓണം കാണുന്ന ആൾക്കാരായിരുന്നു. എന്നാൽ മറ്റെല്ലാവരും തന്നെ ഈ മഹാബലി മിത്തിനെ സ്വാഗതം ചെയ്യുകയും തിരുവനന്തപുരത്തും കാസർഗോഡ് പ്രദേശത്തും ഒഴികെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ചടങ്ങുകളൊക്കെ ഇങ്ങനെ കുറേ സമാനത പുലർത്തി വ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ നീണ്ട ചർച്ചകൾ അന്നത്തെ പ്രധാനപ്പെട്ട ആഴ്ചപ്പതിപ്പുകളിൽ പത്രങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. 1930 തൊട്ട് 60 വരെയും ചർച്ചകളുടെ ഒരു വലിയ കാലഘട്ടമാണ്. 34ലൊക്കെയാണ് കോട്ടയ്ക്കൽ PV കൃഷ്ണവാര്യരുടെ ലേഖനം വരുന്നതെങ്കിൽ അതിനുശേഷം തുടർച്ചയായിട്ട് ലേഖനങ്ങളും ചർച്ചകളും എല്ലാ ഓണക്കാലത്തും ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങൾ, ഓണം കഴിഞ്ഞാലും ഉണ്ടാവും ചർച്ച ചെയ്ത് അവസാനം ഓണത്തിന് ചില സമാനതകളുണ്ട് എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അങ്ങനെ ഓണം കേരളത്തിലെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറെടുക്കുകയും ചെയ്തു. അതിന് മുമ്പായിട്ട് സർക്കാർ 61 സെൻസസിൻ്റെ ഭാഗത്ത് സർവേ നടത്തി ഓണത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ സർവേയുടെ ഫലവും അത്ര സമാനതകളും അതുപോലെ തന്നെ വ്യത്യാസങ്ങളും അത് കാണിച്ചു തരുന്നുണ്ട്. പൂക്കളത്തിൻ്റെ കാര്യത്തിലായാലും തൃക്കാരപ്പൻ്റെ കാര്യത്തിലായാലും അങ്ങനെ പൊതു കാര്യങ്ങളിലായാലും അതിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അനേകം വ്യത്യാസങ്ങളുള്ള കാര്യങ്ങൾ ഈ സർവേയിൽ ഉൾപ്പെടുത്തിയില്ല. അതായത് ഓണപ്പെട്ടനെ ഉൾപ്പെടുത്തിയില്ല, അങ്ങനെ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയില്ല. പിന്നെ ഓണക്കളികളുടെ ഒരു വൈവിധ്യം പ്രകടമാക്കി. എന്നിരുന്നാലും സർവേയുടെ പരിമിതമായിരുന്നു ഗവൺമെൻറ് ഈ തീരുമാനത്തിന് മുമ്പായിട്ട് നടത്തിയ സർവേ. എങ്കിലും അതിലാകെ 70 കുടുംബമൊക്കെയാണ് സർവേയിൽ കവർ ചെയ്തത്. എല്ലാ പ്രദേശങ്ങളും ഉണ്ടായിരുന്നെങ്കിലും എല്ലാ പ്രദേശത്തും എല്ലാ ജാതിയിൽ നിന്നും എല്ലാ സമൂഹങ്ങളിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നില്ല. കുറച്ച് ആൾക്കാർ മാത്രമാണ് സർവേയിൽ പങ്കെടുപ്പിച്ചത്. അതിനുള്ള പരിമിതികളൊന്നും ഉണ്ടായിരുന്നു എന്ന് തോന്നണം. എന്തായിരുന്നാലും അങ്ങനെയാണ് ഓണം കേരളത്തിന് ദേശീയോത്സവമായിട്ട് മാറുന്നത്. അതായത് സർക്കാർ തലത്തിൽ. പിന്നെ ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവധി, ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇതെല്ലാം പ്രഖ്യാപിക്കാൻ തുടങ്ങി. ഇതെല്ലാം നേരത്തെ നാടുവാഴികളുടെ കാലത്തുണ്ടായിരുന്ന പലതിൻ്റെയും ഒരു പുതുക്കിയ രൂപങ്ങളാണ്. നാടുവാഴികൾ ഓണത്തിന് സമ്മാനങ്ങളും നാടുവാഴികൾക്ക് ഓണക്കാഴ്ചയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ചുകൂടി പുതുക്കിയ രൂപത്തിലാണ് പിൽക്കാലത്ത് നമ്മളിതിനെ കാണുന്നത്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പ്രാദേശികമായിട്ടുള്ള വൈവിധ്യങ്ങളുണ്ട്, ജാതിപരമായിട്ടുള്ള വൈവിധ്യങ്ങളുണ്ട്. ഇപ്പോൾ പൂക്കളം ഇട്ടുകൊണ്ട് ഓണം ആഘോഷിക്കുന്നത് എല്ലാവരും അങ്ങനെയല്ല ചെയ്യുന്നത്. പൂക്കളം ഇടാൻ അത്തം തൊട്ടിട്ട് ഓണം വരെ പൂക്കളിടാൻ പാടത്ത് പുലർച്ചയ്ക്ക് പണിക്ക് പോകുന്ന ആൾക്കാർക്ക് കഴിയുമായിരുന്നില്ല. കാരണം അവർക്ക് അത് വിഭാവനം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷേ അവരുടെ കുട്ടികൾ പൂക്കളം ഇട്ടിരിക്കാം. കാരണം കുട്ടികൾക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലെങ്കിൽ, കുട്ടികൾക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാതെ കുട്ടികൾ പൂക്കളം. പിന്നെ പൂക്കളം ഇടണമെങ്കിൽ സ്വന്തമായിട്ടൊരു മുറ്റം വേണം, അതൊരു പ്രധാന കാര്യമാണ്. അത് എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പൂക്കളത്തിനൊന്നും അങ്ങനെ ഒരു മതപരമായിട്ടുള്ള സ്വഭാവമൊന്നും ഇല്ല. കാരണം ഒരു തരത്തിലും അത് ഏതെങ്കിലും തരത്തിൽ മതത്തിൻ്റെയോ ജാതിയുടെയോ ചിഹ്നങ്ങൾ വഹിക്കുന്നില്ല. പൂക്കൾ പ്രകൃതിയിലുള്ളതായതുകൊണ്ട് അത് പൊട്ടിച്ച് കുട്ടികൾ ഇടുന്നു. കുട്ടികളുടെയും സ്ത്രീകളുടെയും നേതൃത്വമുള്ള ഒരു കളിയാണ് പൂക്കളം. അതൊരു പ്ലേ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലൊരു അനുഭവമുണ്ട്. തലേ ദിവസം വൈകുന്നേരം തന്നെ പൂ പറിക്കാനുള്ള പോക്ക്, പൂ പറിച്ച് കൊണ്ടുവരൽ, പിന്നെ പൂക്കളം ഇടൽ, അതിൻ്റെ ഇടയിലുള്ള വഴക്ക്, ചാഞ്ഞും ചെരിഞ്ഞ് നോക്കി നിൽക്കൽ, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു കളിയുടെ ഒരു ഒഴുക്ക് അതിലുണ്ട്. ആ കളിയായിട്ടാണ് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് ഭൂരിപക്ഷ സംഭവങ്ങൾ പങ്കുവെക്കുന്നത്. ഓണപ്പൊട്ടൻ എന്ന് പറയുന്നത് മലബാറിലെ മലയർന്നുള്ള സമൂഹം കെട്ടിയിട്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി വരുന്ന ഒരു രീതിയാണ്. അവരുടെ സങ്കല്പത്തിൽ അത് മാവേലിയാണ്. പക്ഷെ വളരെ വ്യത്യസ്തമായിട്ടുള്ള മാവേലിയാണ്. നമ്മളിപ്പോൾ കാണുന്ന കൊടവേരുള്ള തടിച്ച മാവേലി എന്നല്ല, പകരം സാധാരണ മനുഷ്യൻ്റെ രൂപത്തിലുള്ള എന്നാൽ ഒരു താടി വെച്ചിട്ടുള്ള കുറച്ചുകൂടി ഒരു അനുഷ്ഠാന സ്വഭാവം കാണിക്കുന്ന ഒരു തരം മാവേലിയാണെന്ന് അവർ പറയുന്നു. മാവേലിയാണെന്ന് അവർ പിന്നീട് പറയാൻ തുടങ്ങിയതാണ് എൻ്റെ നിരീക്ഷണം. കാരണം അതിനു മുമ്പ് അത് ഓണപ്പൊട്ടൻ തന്നെ ആയിരുന്നു. ആ പൊട്ടൻ എന്നുള്ള വാക്കിനെ ഉദിച്ചു വരുന്നുള്ള അർത്ഥമാണുള്ളത് മലയാളത്തിൽ, അല്ലാണ്ട് സംസാരിക്കാൻ കഴിയാത്തുള്ള അർത്ഥത്തിലല്ല ആ വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന് പാട്ടോ അതിന് കഥകളൊന്നും കാര്യമായിട്ടില്ല, അത് വേഷം കെട്ടൽ മാത്രമാണ്. നേരെ മറിച്ച് ഓണത്താർ എന്നൊരു തെയ്യമുണ്ട് കുറച്ചുകൂടി വടക്കോട്ട്, അതിനും പാട്ടുണ്ട്. ആ ഓണത്താർ തെയ്യം ഇപ്പോൾ പാടി വരുന്ന പാട്ട് ഇത് നമ്മുടെ മഹാബലി മിത്തൊക്കെയായിട്ട് ബന്ധപ്പെട്ട പാട്ട് തന്നെയാണ്. പിന്നെ പല ചടങ്ങുകൾ ഓരോ പ്രദേശത്തുണ്ട്. തെക്കൻ കേരളത്തിൽ ഇതുപോലെ തന്നെ അതുപോലെ തന്നെ ധാരാളം വ്യത്യസ്തമായിട്ടുള്ള
ആറന്മുള വള്ളംകളി പോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ചില കളികളുണ്ട്. ചിലതിനൊക്കെ കുറച്ച് അനുഷ്ഠാന സ്വഭാവമുണ്ട്. ഉദാഹരണത്തിന് പാലക്കാടുള്ള ഒരു തരം ഓണത്തല്ല് അമ്പലമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേസമയം കുന്നംകുളത്തെ ഓണത്തല്ല് അതുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. കാരണം ഓണത്തല്ലിൽ മിക്കപ്പോഴും ഈ കുന്നംകുളത്തും മറ്റും നടന്നിരുന്ന ഓണത്തല്ല്, മലബാറിലെ ഉടനീളം നടന്നിരുന്ന ഓണത്തല്ലിലൊക്കെ എല്ലാ സമുദായക്കാരും പങ്കെടുക്കും. മാപ്പിള മുസ്ലിങ്ങൾ പങ്കെടുക്കും, കീഴാള വിഭാഗങ്ങൾ എല്ലാവരും പങ്കെടുക്കും. അവരാണ് ശരിക്കും ഇത് ആഘോഷിക്കുന്നത്. തൃശ്ശൂരിൻ്റെ പുലിക്കളിയും തീർച്ചയായിട്ടും അങ്ങനെ. തൃശ്ശൂരിൻ്റെ പുലിക്കളി കുറച്ച് പിന്നീട് വന്നിട്ടുള്ളതാണ്. കാരണം അതിനൊരു നൂറ്റാണ്ട് കാലത്ത് ചരിത്രമേ ഉള്ളൂ. അതിൽ യഥാർത്ഥത്തിൽ പുലിക്കളി ഓണത്തിന് സന്ദർഭത്തിലേക്ക് പിന്നീട് കൊണ്ടുവന്നതാണ്. അതിനു മുമ്പ് അത് ചെട്ടിയങ്ങാടി പള്ളിയിലെ പെരുന്നാളിനാണ് കളിച്ചിരുന്നത്. അതും പട്ടാൻ മുസ്ലിം വിഭാഗത്തിലെ ആൾക്കാരുടെ പുലിയും നായാട്ടുകാരനുള്ളൊരു കളിയായിരുന്നു. ആ കളി ജനപ്രിയമായിട്ട് മാറി. പ്രത്യേകിച്ചും തൃശ്ശൂരിലെ അരിയങ്ങാടിയിലെ ആ പ്രദേശത്തെ തൊഴിലാളി വർഗം അത് ഏറ്റെടുക്കുകയും അവരങ്ങനെ അവരുടെ ഒരു ആവിഷ്കരണമായിട്ട് കൊണ്ടുവരികയും ചെയ്തു. ഇപ്പോഴും കളിക്കുന്നതിൽ ഭൂരിപക്ഷവും അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ്, ജോലിക്കാർ തന്നെയാണ്, പണിയെടുക്കുന്ന ആൾക്കാർ തന്നെയാണ് പുലിക്കളി കളിക്കുന്നത്. കാരണം അവർക്കാണ് അതിനുള്ള അത്ര എനർജി ഉള്ളൂ. ഉച്ച തൊട്ടിട്ട് രാത്രി വരെ ഈ വേഷം കെട്ടി കളിക്കുക എന്ന് പറയുന്നത് വളരെ ആവേശകരമായിട്ടൊരു കാര്യം കൂടിയാണല്ലോ. പിന്നീട് പുലിക്കളിയിൽ അതുപോലെ തന്നെ ജാതി മതത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അത് തൃശ്ശൂരിൻ്റെ മാത്രം ഒരു കളിയാണ്. മറ്റു സ്ഥലങ്ങളിൽ ഉള്ള പുലിക്കളി ഈ തരത്തിലുള്ള വർണ്ണശബളമായിട്ടുള്ള കളിയല്ല. കുറച്ചുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറയുന്നത്. പക്ഷേ മംഗലാപുരത്തൊരു തരം പുലിക്കളിയുണ്ട് തുളുനാട്ടിൽ. അത് വെച്ച് വ്യത്യസ്തം. അതൊരു ഓണത്തിനല്ല കളിക്കുന്നത്, അവർ ദീപാവലിക്കാണ് കളിക്കുന്നത്. ഈ മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള 2 വരി വെച്ചിട്ടാണ് ഈ സമത്വത്തിൻ്റെ ഒരു ഭാവന ലോകം നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വരികൾ കുറേ ഈ മാവേലി ചരിത ഓണപ്പാട്ടിൻ്റെ ഭാഗമാണ് ഈ വരികൾ. അതിലൊരു 8 പാഠങ്ങൾ ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ ഗുണ്ടർട്ടിൻ്റെയൊക്കെ പഴയ 1850കളിലെ പാഠത്തിൽ ഈ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള വാക്കില്ല, വരിയില്ല. അതിന് പകരം മാവേലിയുടെ കാലത്തുള്ള സമൃദ്ധമായ ലോകത്തെക്കുറിച്ച് പറയുന്നപ്പോൾ ഈ ഒന്നുപോലെ എന്നുള്ള സങ്കല്പം, എല്ലാ മനുഷ്യരും ഒരുപോലെ എന്നുള്ള സ്ഥിതി സമത്വം എന്നുള്ള ആശയം പഴയ കാലത്ത് വിഭാവനം ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതെങ്ങനെ കഴിയും? കാരണം സവർണരെ അവർക്ക് തുല്യമാണ് കീഴാളർന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും അംഗീകരിച്ചിട്ടില്ല. കീഴാളരെ മനുഷ്യരായിട്ട് പോലും അംഗീകരിക്കാത്ത ആൾക്കാരാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. കീഴാളരാവണമെങ്കിൽ നമ്പൂരിമാരുടെയോ ബ്രാഹ്മണരുടെയോ തുല്യമായിട്ട് സ്വപ്നം കാണാൻ പോലും അവർക്ക് അർഹതയുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സ്വപ്നം നമ്മൾ പിന്നീട് 1930കളിൽ ഉണ്ടാക്കിയെടുത്താണ്. എൻ്റെ ഒരു അന്വേഷണം അനുസരിച്ച് അത് നമ്മുടെ നാട്ടിലുള്ള ഇടതുപക്ഷ ആഖ്യാനങ്ങൾ വന്നു തുടങ്ങി. ഉദാഹരണത്തിന് ഇപ്പോൾ ബാരിസ്റ്റർ എ കെ പിള്ളയെ പോലുള്ള ആൾക്കാർ സോവിയറ്റ് യൂണിയനിലെ വിപ്ലവം കഴിഞ്ഞ് അവിടെ സ്ഥിതി സമത്വത്തിൻ്റെ സങ്കല്പം ഉണ്ടായി വന്നപ്പോൾ ആ ഒരു സങ്കല്പം ഭാരതത്തിൽ പണ്ടും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ പണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മാവേലിക്കാലം എന്ന് അവരതിൽ അർത്ഥം കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ അർത്ഥം കൊണ്ടുവന്നതിന് പിന്നെ അത് പെട്ടെന്ന് എല്ലാവരും ഏറ്റെടുത്തു. കാരണം അതൊരു മനോഹരമായുള്ള സങ്കല്പമായിരുന്നു. പ്രത്യേകിച്ച് 1930കളിൽ കേരളത്തിലെ സോഷ്യലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ രൂപം കൊള്ളുന്ന കാലഘട്ടത്തിൽ 30കളുടെ അവസാനമാണത് കാണുന്ന കാലഘട്ടത്തിൽ സമത്വം എന്നുള്ളത് ഒരു പുതിയ സങ്കല്പമല്ല, അതായത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഇറക്കുമതി ചെയ്ത സങ്കല്പം അല്ല എന്ന് തെളിയിക്കേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെയാണ് മാവേലിക്കാലത്തേക്ക് സമത്വം എന്നുള്ള സങ്കല്പം കൊണ്ടുവന്നിട്ടുള്ളത്. അതിനു മുമ്പുള്ള നമ്മുടെ മാവേലിപ്പാട്ടിലെ വർണ്ണനയിലൊക്കെ സമൃദ്ധിയുണ്ട്. സമൃദ്ധിയെക്കുറിച്ച് പറയുന്നു, കളവും ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ച് പറയുന്നു. പക്ഷെ സമത്വത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുന്ന പോലെ അവർക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമായിരുന്നു. പിന്നെ ചില കാര്യങ്ങളെന്ന് വെച്ചാൽ ഉത്സവകാലങ്ങളിൽ ഒരുതരം സമത്വമുണ്ട്. എല്ലാ ജാതികളും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു കളിയൊന്നും ഓണക്കാലത്ത് ഉണ്ടായിരുന്നില്ലെങ്കിലും പല ജാതിയിൽ പദവിയിൽ തുല്യമായിട്ടുള്ള ജാതിയിലെ ആൾക്കാർ തമ്മിലുള്ള പരസ്പരമുള്ള പങ്കെടുത്ത് ഇടകലർന്ന കളികളുണ്ട്. പ്രത്യേകിച്ചും കുന്നുമോളിലോ അല്ലെങ്കിൽ പാടത്തോ അല്ലെങ്കിൽ മുറ്റങ്ങളിലോ ഒക്കെ ഇങ്ങനെ കളിക്കാറുണ്ട്. കുട്ടികളാണ് ഈ കളികൾക്ക് മുൻകൈ എടുക്കുക. അപ്പോൾ കുട്ടികളുടെ ഇടയിൽ ഒരുതരം സമത്വമുണ്ട്. അത് എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ കളികളുടെ ഓണക്കാലത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തുല്യതാ സങ്കല്പം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അത് വിചാരിച്ചിട്ട് നമ്മൾ പുലയൻ്റെയോ പറയൻ്റെയോ കുട്ടികളും നമ്പൂതിരിയുടെ കുട്ടികളും ഒരുമിച്ച് കളിച്ചിരുന്ന കാലം ഓണക്കാലത്ത് ഉണ്ടായിരുന്നു വിഭാവനം ചെയ്യുന്നതിൻ്റെ അർത്ഥമൊന്നുമില്ല. അങ്ങനെ ഒരിക്കലും കേരളത്തിൽ സംഭവ്യമല്ല. അങ്ങനെ സംഭവിച്ചതായിട്ട് ആരും തന്നെ പറയുന്നില്ല. വാമന ജയന്തിയാണ് ഓണം എന്നാണ് അത് യഥാർത്ഥത്തിൽ ഗുജറാത്തിലും മധ്യ ഇന്ത്യയിലുള്ളൊരു വിശ്വാസമാണ്. വാമൻ ജയന്തി എന്നുള്ള പേരിൽ അവർ അങ്ങനെ വാമന ജയന്തി ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഈ വാമനാവതാര കഥ ഇന്ത്യൻ പുരാണത്തിലുള്ളതാണ്, ഭാഗവതത്തിലുള്ളതാണ്. അത് എല്ലായിടത്തും പ്രചരിച്ചിട്ടുണ്ട്. നേപ്പാൾ അടക്കമുള്ള രാജ്യങ്ങളിൽ അത് പ്രചരിച്ചിട്ടുണ്ട്, എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്. ആ വാമനാവതാര കഥയിൽ ചില വടക്കേ ഇന്ത്യയിലൊക്കെ വാമനനാണ് നായകൻ. കാരണം മഹാബലി അസുരനാണ്, വാമനനാണ് നായകൻ. പക്ഷെ അവിടെ ഓണത്തിൻ്റെ സങ്കല്പമില്ല. അതുകൊണ്ട് മഹാബലിയുടെ തിരിച്ചുവരവൊന്നുമില്ല. ഭാഗവതത്തിൽ പറയുന്ന പോലെ വാമനൻ മഹാബലിയെ നല്ല ഭരണമായിരുന്നെങ്കിലും മഹാബലി അസുരനായതുകൊണ്ടും ദേവേന്ദ്രന് വെല്ലുവിളിയായിട്ട് മാറിയതുകൊണ്ടും മഹാബലിയെ ചവിട്ടി താഴ്ത്തി
പാതാളത്തിലേക്ക് അയച്ചു എന്നുള്ള കഥ, ആ കഥ ഇന്ത്യയിൽ മുഴുവൻ പ്രചരിച്ചിട്ടുള്ളത് കൊണ്ട് ഈ വാമനൻ ജനിക്കുന്ന ദിവസം മറ്റ് വിഷ്ണുവിൻ്റെ അവതാരങ്ങളെ പോലെ തന്നെ വാമനനെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. വാമനന് കുറേ ആരാധനാ സ്ഥലങ്ങളുണ്ട്, വാമന ധാരാളം ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും, ധാരാളം മ്യൂറലുകളുണ്ട്. പിന്നെ അവിടെയൊക്കെ വാമനൻ വിഷ്ണുവായിട്ട് മാറിയിട്ട് മഹാബലിയെ ചവിട്ടി താഴ്ന്ന സങ്കല്പമാണ്, ത്രിവിക്രമ രൂപം എന്നാണ് അതിന് സാധാരണ പറയുക. ആ സങ്കല്പമാണ് ഉള്ളത്. അതുകൊണ്ട് ഉത്തരേന്ത്യയിലെയും മൊത്തത്തിലുള്ള മിത്ത് വാമൻ ജയന്തിയായിട്ട് ബന്ധപ്പെട്ടാണ്. വാമനൻ ജനിച്ചത് ചെറിയ ആളായിട്ടാണ്, വാമനൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്. പക്ഷെ അദ്ദേഹം ഈ ഭൂമിയിൽ വന്ന് മഹാബലിയെ ചവിട്ടി താഴ്ത്തുമ്പോൾ അദ്ദേഹം ത്രിവിക്രമ രൂപം എന്നുള്ള വലിയൊരു രൂപത്തിലേക്ക് വരുന്നു. ആ സങ്കല്പമാണ് അവർ ആരാധിക്കുന്നത്. അപ്പോൾ അത് ഓണത്തിൻ്റെ കഥയോടെ നമ്മൾ ബന്ധിപ്പിച്ചുകൊണ്ട് വാമൻ ജയന്തിയാണ് ഓണം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഓണത്തിനെ ഒരു അഖില ഭാരതീയ ഹിന്ദു സങ്കല്പത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ബോധപൂർവ്വമുള്ള ശ്രമമാണിത്. പക്ഷെ കേരളത്തിൽ വാമന ജയന്തിയായിട്ട് ഓണം ആഘോഷിക്കുന്നില്ല. ആകെ അങ്ങനെ ആഘോഷിച്ചതായിട്ട് പഴയ കാലത്ത് ചെറിയ സൂചനകളുള്ളത് തിരുവനന്തപുരം പ്രദേശത്ത് കൃഷ്ണൻ്റെ പിറന്നാളായിട്ട് ഓണം ആഘോഷിച്ചിരുന്നു. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രീകൃഷ്ണ ജയന്തി ഏകദേശം ഇതിൻ്റെ അടുത്ത ദിവസമായിട്ടാണ് വരുന്നത്. പിന്നെ ശ്രീകൃഷ്ണൻ ജനിച്ച ദിവസം കൃത്യം എങ്ങനെയാണെന്നൊന്നും അറിയാത്തത് കൊണ്ടും അഷ്ടമി രോഹിണിയും കൂടി വരുന്ന ദിവസങ്ങളാണ് ശ്രീകൃഷ്ണ ജയന്തി ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത്. ചില ആൾക്കാർ അത് തിരുവോണമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഓണം എന്ന് പറയുന്നത് മനോഹരമായ ഒരു ദിവസമായിട്ട് മാറും. തെക്കൻ കേരളത്തിൽ ഏറ്റവും തെക്ക് കേട്ടോ, തിരുവനന്തപുരത്തിനും തെക്കുള്ള സ്ഥലങ്ങളിൽ ശ്രീകൃഷ്ണ ജനിച്ച ദിവസമായതുകൊണ്ടാണ് കൃഷ്ണൻ്റെ പിറന്നാൾ ഓണം എന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷെ അവർക്കും ഉറപ്പുള്ള വിശ്വാസമൊന്നും അല്ലാതെ പിന്നീട് നമ്മൾ അഷ്ടമിരോഹിണി വേറെ ദിവസമായിട്ട് കൃത്യമായിട്ട് മാറിയപ്പോൾ ഉത്തരേന്ത്യയിലെ അഷ്ടമിരോഹിണിയായിട്ട് ബന്ധിപ്പിച്ചപ്പോൾ അത് രണ്ടും രണ്ടായി തിരിഞ്ഞുപോയി. കേരളത്തിൽ നമ്മുടെ ആധുനിക കോളനിവൽക്കരണത്തിലും വളർന്നിട്ടുള്ള ആധുനികത എന്നാണ് ചരിത്രകാരന്മാർ പറയുക. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട രണ്ട് സ്വഭാവങ്ങളാണ് നമ്മുടെ ശരിക്കും ഇതാക്കുന്നത്. ഒന്ന്, നമ്മുടെ നാട്ടിൽ വളരെ പ്രാദേശികമായിട്ടുണ്ടായിരുന്ന ജാതികൾ വലിയ സമുദായങ്ങളായിട്ട് മാറി എന്നുള്ള അവസ്ഥ, സംഘടിച്ച സമുദായങ്ങളായിട്ട് മാറി. കോളനി ഗവൺമെൻറ്റിനോട് വിലപേശാനായിട്ടുള്ള അധികാരം അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വലിയ സംഘടനകളായിട്ട് മാറി. അങ്ങനെ നായന്മാരും നമ്പൂരിമാരും പുലയരടക്കമുള്ള എല്ലാവരും തന്നെ സംഘടനകൾ ഉണ്ടാക്കിയെടുത്തു. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഈ കോളനി ഗവൺമെൻറ് തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെ മറ്റു പല സ്ഥലങ്ങളിലേക്ക് എപ്പോഴും നീക്കിക്കൊണ്ടിരുന്നു. അത് കൊളോണിയലിസത്തിൻ്റെ സ്ഥിരമായ സ്വഭാവമാണ് ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത്, കുടിയേറ്റം. അങ്ങനെ കുടിയേറുന്ന ആൾക്കാർ ബ്രിട്ടൻ്റെ കോളനിയുടെ എല്ലാ രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്ന് തൊഴിൽ ചെയ്യാനായിട്ട് ആൾക്കാർ കുടിയേറാൻ തുടങ്ങി. പിന്നെ അതുമാത്രമല്ല, ഇവിടെ ജന്മിത്വമൊക്കെ തകർന്നുകൊണ്ടും ഇടത്തരക്കാർക്ക് പോലും ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വരുമാനം തേടിയിട്ട് ആദ്യം കേരളത്തിൽ നിന്ന് കുടിയേറുന്നത് മദ്രാശി നഗരത്തിലേക്കാണ്. കാരണം മദ്രാശിയാണ് അന്നത്തെ തലസ്ഥാനം തെക്കേ ഇന്ത്യയുടെ. അപ്പോൾ അവിടെ ധാരാളം ജോലികളുണ്ട്, ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികളൊന്നും മദ്രാശിയിൽ മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് കുടിയേറി. അങ്ങനെ 1870 മുതൽ നമ്മളിങ്ങനെ ധാരാളമായിട്ട് ഈ കുടിയേറ്റത്തിൻ്റെ കഥ കാണാം. അങ്ങനെയാണ് മറുനാടൻ മലയാളികൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ മദ്രാസിൽ ഈ മറുനാടൻ മലയാളികൾ ഉണ്ടായെങ്കിലും ഈ മറുനാടൻ മലയാളികൾ സംഘടനകളും മറ്റും ഉണ്ടാക്കുന്നത് ശരിക്കൊരു മധ്യവർഗ സമൂഹമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കുടിയേറിയിട്ടുള്ള ഈ മലബാർ കൂലീസ് എന്നൊക്കെ പറഞ്ഞുള്ള പേര് കുടിയേറിയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇങ്ങനെ സംഘടന ഉണ്ടാക്കാനോ സാമൂഹ്യമായിട്ടുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒഴിവ് സമയം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർ ഭയങ്കര ചൂഷണത്തിൻ്റെ പീഡനത്തിൻ്റെ ഇടയിലാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ കുടിയേറിയിട്ടുള്ള ആൾക്കാർ ധാരാളം ആൾക്കാർ ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയിട്ടുണ്ട്, അവരുടെ നമ്മുടെ സൗത്ത് അമേരിക്കയിലെ ചില ചെറിയ രാജ്യങ്ങളിലേക്കും പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ മലയാളികളും പോയിട്ടുണ്ടെങ്കിലും അവർക്കൊന്നും മലയാളികളും ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. കുടിയേറ്റത്തിൻ്റെ ഫലമായിട്ട് പിന്നീട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പൊതു സ്വഭാവം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതിനുള്ള സൗകര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ മിഡിൽ ക്ലാസ്സുകാർ കുടിയേറാൻ തുടങ്ങിയപ്പോൾ, വിദ്യാഭ്യാസമുള്ളവർ കുടിയേറാൻ തുടങ്ങിയപ്പോൾ അവർ സംഘടനകൾ ഉണ്ടാക്കി. ആ സംഘടനകളെല്ലാം തന്നെ യൂറോപ്പിലും മറ്റും കാണുന്ന സംഘടനകളെ പോലെ തന്നെ ക്ലബ്ബുകൾ പോലെയാണ് ആദ്യം സംഘടിപ്പിച്ചത്. അങ്ങനെ മലബാർ ക്ലബ്ബ്, അതുപോലെ തന്നെ കേരള ക്ലബ്ബ്, കൊച്ചി ക്ലബ്ബൊക്കെ പലയിടത്തും കാണാൻ പറ്റും. മദ്രാസ് മലയാളി ക്ലബ്ബാണ് ആദ്യം ഇങ്ങനെ രൂപം കൊണ്ടിട്ടുള്ളത്. അതിന് മുമ്പ് അതിന് ലിറ്റററി അസോസിയേഷൻ ആയിരുന്നു. പല പല ഘട്ടങ്ങളിലൂടെയാണ് വന്നിട്ടുള്ളത്. മദ്രാസിലെ അന്നത്തെ സർ സി ശങ്കരൻ നായരൊക്കെ പോലുള്ള ആൾക്കാരുടെ മുൻകൈയിൽ രൂപം കൊണ്ടിട്ടുള്ള മദ്രാസ് മലയാളി ക്ലബ്ബ് 1890-കളിലാണ്. അവരാണ് അവിടെ ആദ്യമായിട്ട് ഓണം ആഘോഷിക്കാൻ തുടങ്ങുന്നത്. കാരണം ഓണത്തിന് എപ്പോഴും നാട്ടിലെത്തുക എന്നുള്ളത് ദുഷ്കരമായിരുന്നു. കാരണം 36 മണിക്കൂർ ട്രെയിൻ യാത്ര കഴിഞ്ഞിട്ടാണ് മദ്രാസ് നാട്ടിലേക്ക് എത്താൻ. അപ്പോൾ എല്ലാവർക്കും കഴിയണമെന്നില്ല, കാരണം ഓണത്തിന് അന്ന് അവധിയൊന്നുമില്ല. അപ്പോൾ ഓണത്തിൻ്റെ ദിവസമായിരിക്കണം എന്നില്ല, ഏതെങ്കിലും ഞായറാഴ്ചകളിലായിരിക്കും മിക്കവാറും ഓണം ആഘോഷിക്കുക. അത് ആ ശീലം ഇപ്പോഴും ഉണ്ട്. ആ ഓണത്തിന് പ്രത്യേക ദിനം, അത് ഒറ്റ ദിവസത്തെ ഓണമായിരിക്കും. ചിലപ്പോൾ ഒരു ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ മലയാളികൾ റങ്കൂണിലേക്ക് കുടിയേറാൻ തുടങ്ങിയപ്പോൾ, ബർമയിലേക്ക് കുടിയേറാൻ തുടങ്ങിയപ്പോൾ അവിടെ കുറച്ചുകൂടി എണ്ണം കുറവായിരുന്നു മലയാളികളുടെ. അവിടെയൊക്കെ റങ്കൂണിലും അവർ ഇൻസി എന്ന് പറഞ്ഞാൽ വടക്കേ ബർമയിലെ സ്ഥലത്തൊക്കെ മലയാളികൾ ഓണാഘോഷിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ദിവസത്തെ ഓണാഘോഷം അവർ സാവകാശം മാറ്റി. പക്ഷെ അതും പൊതുവല്ല, മലബാർ ക്ലബ്ബ് വേറെയും തിരുവിതാംകൂർ ക്ലബ്ബ് വേറെയും കൊച്ചിക്കാർ വേറെയൊക്കെയാണ് ഓണാഘോഷിക്കുക. സമുദായം തിരിഞ്ഞ് ഓണാഘോഷിക്കാറുണ്ട്.
പക്ഷെ പൊതുവിൽ അതിനൊക്കെ മുൻകൈയിലെടുത്തിരുന്നത് നായർ സമൂഹം ആയതുകൊണ്ട് അവരാണ് കുടിയേറ്റക്കാരിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളത് കൊണ്ടും പിന്നെ ഉണ്ടായിരുന്ന മലബാർ മുസ്ലിം സമൂഹമാണ്. പക്ഷെ അവർ ഈ ഓണാഘോഷത്തിൽ പങ്കെടുത്തു കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ ക്രിസ്ത്യൻ സമൂഹങ്ങൾ പങ്കെടുത്തിരുന്നു. ഇവരെല്ലാവരും ഇതിൻ്റെ വേറെയായിട്ട് ഓണം ആഘോഷിക്കാൻ തുടങ്ങി. ഈ ഓണം എല്ലാം ഒറ്റ ദിവസത്തെ ഓണാഘോഷമാണ്. അതിൻ്റെ പ്രത്യേകത നാട്ടിലെ ഓണത്തിന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരിക്കും, മുഖ്യ അതിഥി ഉണ്ടായിരിക്കും, പ്രസംഗങ്ങൾ ഉണ്ടായിരിക്കും, പിന്നെ അതോടൊപ്പം തന്നെ കലാ അവതരണങ്ങൾ ഉണ്ടായിരിക്കും, പൂക്കളിടലുണ്ടായിരിക്കും. മാവേലി വേഷം കെട്ടൽ പിന്നീട് തുടങ്ങി വെച്ചതാണ്. ആദ്യം ഈ മാദേവർ പൂജയൊക്കെയാണ് അവർ നടത്തിയത്. പിന്നെ മാവേലി വേഷം കെട്ടൽ എനിക്ക് തോന്നുന്നത് ക്രിസ്തുമസിൻ്റെ സാന്റാക്ലോസിനൊക്കെ അനുകരിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇതായിരിക്കണം. കാരണം അതാണ് വിദേശങ്ങളിൽ കൂടുതൽ പ്രചരിക്കുന്ന ഒരു ചടങ്ങായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാവേലി വേഷം കെട്ടലുണ്ടായി. എല്ലാം ഒറ്റ ഹാളിനകത്ത്, ചിലപ്പം സ്കൂളിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തെ ഒരു ഹാളിനകത്ത് ചിലപ്പോൾ സദ്യ നടത്തും. മിക്കവാറും സദ്യ ഉണ്ടായിരിക്കും, കാരണം സദ്യ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സദ്യ നടത്തും, കളികളുണ്ടാവും, കൈകുട്ടിക്കളി ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഓണാഘോഷം അവർ ഉണ്ടാക്കിയെടുത്തു. നാടകം അതുപോലെ തന്നെ ഗാനമേളയൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നാട്ടിലുള്ള ഓണത്തിന് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓഫീസുകളിലും നഗരങ്ങളിലും അസോസിയേഷനുകളിലും ക്യാമ്പസുകളിലും ആഘോഷിക്കുന്ന ഓണം യഥാർത്ഥത്തിൽ ഈ മറുനാടൻ മലയാളികൾ ഉണ്ടാക്കിയെടുത്തൊരു ഓണമാണ്. പണ്ട് പൂക്കളം ഇട്ടിരുന്നത് കുട്ടികൾ തലേ ദിവസം വൈകുന്നേരം തൊട്ട് പാടത്തും പറമ്പിലും കയറി ഇറങ്ങി പൂ പൊട്ടിച്ച് വിടരാത്ത പൂമുട്ട് നോക്കി പൊട്ടി. അപ്പോൾ അതിലൊക്കെ പ്രകൃതിയോടുള്ളൊരു അടുപ്പവും ഒരു ഇടപഴകൽ, നിരീക്ഷണം എല്ലാം ഉണ്ടല്ലോ. ഞാൻ കുട്ടിക്കാലത്ത് പോലും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തെടുത്തതിന് ശേഷം പൂവുകൾ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ച് പിറ്റേ ദിവസം കാലത്ത് നേരത്തെ അല്പം വൈകി എണീക്കുന്ന കുട്ടികൾ പോലും പൂക്കളിടുന്ന സമയത്ത് വളരെ നേരത്തെ എണീറ്റ് ഈ പൂക്കളെല്ലാം ഇടുന്നില്ലേ നോക്കി പിന്നെ പൂക്കളം ഇട്ട് മത്സരിച്ചിട്ട് ചിലപ്പോൾ തല്ലുകൊടുക്കുക ചെയ്യും, വഴക്കുകൊടുക്കുക ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതൊക്കെ കുട്ടികളുടെ സ്വാഭാവികമായിട്ടൊരു കളിയുടെ ഭാഗമാണ്. അങ്ങനെയുള്ള പൂക്കളം ഇപ്പം മാറിയിട്ട് നോക്കിക്കോളൂ. പൂക്കളം ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് പൂ വാങ്ങലാക്കി മാറ്റി. വാങ്ങുന്ന പൂവ് തമിഴ്നാട്ടിലെ പൂ കൃഷിക്കാരുണ്ടാക്കിയിട്ട് നല്ല രാസവളം ഉപയോഗിക്കുന്നുണ്ട്, കീടനാശിനി ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കച്ചവടക്കാരുണ്ട്, ഇടനിലക്കാരുണ്ട്. മാർക്കറ്റുണ്ട്. തൃശ്ശൂരിൽ വിപുലമായൊരു പൂ മാർക്കറ്റ് കാണാം നമുക്ക്. മാർക്കറ്റ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പൂക്കളത്തിൻ്റെ ഭംഗി നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൂക്കളം നന്നാവുന്നത്. മുമ്പ് കുട്ടികളുടെ ആത്മാർത്ഥതയുടെയും കളിയുടെയും അടിസ്ഥാനത്തിൽ, കളിയുടെയും അതിലുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് നമ്മൾ ചിലവാക്കുന്ന പണം അനുസരിച്ച് നമുക്ക് നല്ല പൂക്കളിടാൻ പറ്റുന്ന അവസ്ഥ വരുന്നു. ഇത് കൃത്യമായിട്ടും മാർക്കറ്റിലേക്കുള്ളൊരു മാറ്റമാണ്. പിന്നെ തുണികളുടെ മാർക്കറ്റ് പഴയ കാലത്ത് ഓണത്തിനുണ്ട്. കാരണം ഓണവാണിഭം എന്ന് പറയുന്നത് പഴയ കാലത്ത് 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലൊക്കെ ഒരു വലിയ വാണിഭമായിരുന്നു. അന്ന് ഒരു കൊല്ലത്തേക്ക് ആവശ്യമുള്ള തുണിത്തരങ്ങളെല്ലാം വാങ്ങുന്ന ഓണത്തിനാണ്. ഒരു കൊല്ലത്തേക്ക് ആവശ്യമുള്ള ഒരുപാട് വസ്തുക്കൾ ഓണക്കാലത്ത് വാങ്ങും. കാരണം ഓണക്കാലത്ത് മുഴുവൻ നാട്ടുമ്പുറങ്ങളിലും ഓണച്ചന്തകൾ രൂപം കൊള്ളും. ഓണവാണിഭം ആണ് ഇതിന് പറയുന്ന പേര്, രൂപം കൊള്ളും. അത് താൽക്കാലികമായിരിക്കും. പട്ടണങ്ങളിലും നഗരങ്ങളിലാണ് സ്ഥിരം ചന്തകളായിരിക്കും. അതിലുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളെ പറ്റി ധാരാളം നാടൻപാട്ടുകളുണ്ട് ഈ ഓണച്ചന്തകളിൽ കാണുന്ന ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ വാണിഭം ഉണ്ടായിരുന്നു. പക്ഷേ കമ്പോളവൽക്കരണം എന്നുള്ള പ്രക്രിയ ആധുനിക മുതലാളിത്തത്തിൻ്റെ ഭാഗമായത് അത് ഓണത്തിന് പിന്നീടാണ് ബാധിക്കുന്നത്. അത് 1950 മുതലാണ് ഓണത്തിന് വ്യാപകമായിട്ട് ബാധിക്കുന്നത്. ഇപ്പോൾ ഈ കാലത്താവട്ടെ എല്ലാ സാംസ്കാരിക ഉൽപ്പന്നങ്ങളും വരെ ഓണക്കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് മാറിയതുകൊണ്ട് നമുക്ക് TV പരിപാടികൾ കാണാം, പിന്നെ നമുക്ക് ആൽബങ്ങൾ കാണാം, അങ്ങനെ എല്ലാതരം പരിപാടികളും കാണാം. പിന്നെ കമേഴ്സ്യലായിട്ടുള്ള ഓണസദ്യയും തുടങ്ങിയല്ലോ. മുമ്പ് ഓണസദ്യ എന്ന് പറയുന്നത് വീട്ടിലുണ്ടാക്കിയായിരുന്നു. വീട്ടിൽ ആൾക്കാരുണ്ടാക്കുക, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അടുക്കളയിൽ കയറി ഓണസദ്യ ഉണ്ടാക്കുകയാണ് ചെയ്യുക. കുട്ടികളടക്കാൽ പങ്കെടുക്കാറുണ്ട്. പഴം പുഴുങ്ങുന്നു. എല്ലാ കാര്യങ്ങളും ഇപ്പം മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഒന്നായിട്ട് മാറിയപ്പോൾ അതൊരു കമ്പോളവൽക്കരിച്ച ഓണമായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ആവണമെന്ന് വെച്ചാൽ ആളുകളുടെ സർഗാത്മകത പ്രകടിപ്പിക്കുന്ന പൂക്കളിടുന്നതിലാവാം, കറികൾ ഉണ്ടാക്കുന്നതിലാവാം, അല്ലെങ്കിൽ കളികൾ ഉണ്ടാക്കുന്നതിലാവാം. എല്ലാറ്റിലും ഈ സർഗാത്മകത നഷ്ടപ്പെട്ടു പോയിട്ട് അതിനെ ഒരു വാങ്ങുന്ന വസ്തുവായിട്ട്, ഒരു ഒബ്ജക്റ്റായിട്ട് മാറി. ഇപ്പോൾ ഓണം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്, ഒരു വസ്തുവാണ്. ആ വസ്തു നമുക്ക് വിലയ്ക്ക് വാങ്ങാം. അതാണ് വലിയൊരു മാറ്റം. ഇത് ഓണത്തിൽ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള സാംസ്കാരിക ആഘോഷങ്ങളിലും ഈ മാറ്റം വന്നിട്ടുണ്ട്. പഴയ കാലത്ത് ഓണത്തിൽ എല്ലാ സമുദായക്കാരും പങ്കെടുക്കുക. പക്ഷെ പങ്കെടുക്കുന്ന എല്ലാവരും ഒരുപോലെയല്ല. ഉദാഹരണത്തിന് ഓണം ഒരു അനുഷ്ഠാനമായിരുന്നില്ല, ഒരു വലിയ ഉത്സവമായിരുന്നല്ലോ. ഈ ഉത്സവം എന്ന് പറയുന്നതിൽ അനുഷ്ഠാനത്തിൻ്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ ചെറുതാണ്. ഇപ്പോൾ നമ്പൂതിരിമാരും മറ്റും തൃക്കാക്കരപ്പന വയ്ക്കുന്ന അനുഷ്ഠാനം ഉണ്ടെന്ന് പറയാം. പക്ഷേ നായന്മാർ ഇഴവരും തൃക്കാക്കരപ്പന വയ്ക്കുമ്പോൾ ഒരു കളിയാണ്. നമ്പൂതിരിമാരിൽ തൃക്കാക്കരപ്പൻ വയ്ക്കുന്നതൊക്കെ സ്ത്രീകളാണ് ചെയ്യുന്നത്. പിന്നെ പൂക്കളൊക്കെ ഒരു കളിയാണ്. അപ്പോൾ ഈ കളികളിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയും. മതപരമല്ലല്ലോ ഈ കളികളൊന്നും. പിന്നെ മാവേലി മിത്ത്, കേരളത്തിലുണ്ടായിരുന്ന മാവേലി മിത്ത് മതപരമായിരുന്നില്ല. കാരണം ക്ഷേത്രമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. തൃക്കാക്കര എന്ന് പറയുമ്പോൾ സ്ഥലത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞു. തൃക്കാക്കര ക്ഷേത്രത്തെക്കുറിച്ച് ഈ പാട്ടിലൊന്നും പരാമർശമില്ല. അതുമാത്രമല്ല, ക്ഷേത്രത്തിൽ ഓണത്തിന് ആരും പോകാറില്ല. ക്ഷേത്രത്തിൽ ഓണത്തിന് ആകപ്പാടെ ഉള്ള നമുക്ക് കുറച്ച് തെളിവ് കിട്ടുന്നത് പഴയ കാലത്ത് ചില ബ്രാഹ്മണ ക്ഷേത്രങ്ങളിൽ ഓണത്തിന് സദ്യ നടത്തിയിരുന്നു. തൃക്കാക്കര ക്ഷേത്രത്തിൽ നടത്തിയിരുന്നു, പിന്നെ തിരുവല്ല ക്ഷേത്രത്തിൽ നടത്തിയിരുന്നു. പക്ഷേ ഈ സദ്യ നടത്തുന്നത് ക്ഷേത്രപ്രവേശനമുള്ള ബ്രാഹ്മണ സദ്യയാണത്.
മറ്റാൾക്കാർക്ക് അമ്പലവാസികളും ബ്രാഹ്മണരും മാത്രം എടുക്കുന്ന സദ്യ നമുക്കൊരു ഓണാഘോഷം എന്ന് പറയാൻ കഴിയില്ല. ഓണത്തിന് അവർക്ക് വേറെ ആഘോഷം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഒരു സദ്യ നടത്തിയിരുന്നത്. ഈ സദ്യ നടത്തൽ പലതരം ചടങ്ങുകളുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഓണത്തിന് ഒന്നും തന്നെ ഇല്ല. ഏതെങ്കിലും രാജാക്കന്മാർ സ്പോൺസർ ചെയ്യുന്ന ഒന്നും ആയിരുന്നില്ല ഓണം. ആകപ്പാടെ ഉള്ളൊരു തെളിവ് അത്തച്ചമയം എന്നൊരു കാര്യമാണ്. അത്തച്ചമയം ശരിക്കും ഓണത്തിന് മുൻപ് അത്തത്തിൽ കൊച്ചു രാജാവ് ഒരു ചമയം നടത്തിയിരുന്നു. പക്ഷെ അതും രാജാവിൻ്റെ ഒരു പ്രൗഢി കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ചടങ്ങാണ്, അല്ലാണ്ട് അതിന് വേറെ അനുഷ്ഠാന സ്വഭാവമൊന്നുമില്ല. രാജാവ് വലിയൊരു ഒരു ഒരു പ്രൊസഷൻ, ഒരു ആഘോഷം നടത്തും. എല്ലാവർക്കും ഓണപ്പുത്തൻ എന്നുള്ള പേരിൽ ചെറിയൊരു പണം ചില കൊല്ലങ്ങളിൽ കൊടുക്കും. പിന്നെ ചിലപ്പോൾ ഒരു സദ്യ നടത്തും. ചിലപ്പോൾ സർവാണി സദ്യ വെച്ചാൽ എല്ലാവർക്കും സദ്യ നടത്തും, അല്ലെങ്കിൽ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ആൾക്കാർക്ക് മാത്രമേ സദ്യ നടത്തും. ഇതാണ് രാജാക്കന്മാരുടെ ഒരു ഇടപെടൽ എന്ന് പറയാവുന്നത്. മറ്റെല്ലാം നാടുവാഴികളായാലും രാജാക്കന്മാരായാലും ഓണക്കാലത്ത് അവർക്ക് അതിൽ പ്രത്യേക പങ്കുണ്ടായിരുന്നില്ല. ചില നാടുവാഴികളൊക്കെ സമ്മാനങ്ങൾ വിതരണം ചെയ്യും, അവർ സ്വയം മാവേലിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട്. ആ രീതിയൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഗവൺമെൻറ് തന്നെ മാവേലി സ്റ്റോർ തുടങ്ങുകയും സമ്മാനം വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. ഓണക്കിറ്റുകൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു ഉദാരത ഞങ്ങൾക്കുണ്ട് എന്ന് ഭരണകൂടം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ ജനങ്ങളുടെ ജനകീയമായിട്ടുള്ള ഈ ആഘോഷത്തിൽ മറ്റ് പങ്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാപ്പിള മുസ്ലിം സമൂഹങ്ങളും സുറിയാനി ക്രിസ്ത്യാനികളും എല്ലാം ഓണത്തിൽ പങ്കെടുക്കുന്ന കച്ചവടത്തിൻ്റെ പേരിലാണ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട ജീവിതോപാധി കച്ചവടം ആയതുകൊണ്ട്, അത് ഓണക്കാലത്താണ് ഏറ്റവും കൂടുതൽ നടക്കുക എന്നുള്ളത് കൊണ്ടും ഓണവും ഇതുപോലെ മറ്റ് അമ്പലങ്ങളിലും മറ്റ് ഉത്സവങ്ങളിലൊക്കെ അവർ പങ്കെടുത്തിരുന്നു. അതിനൊന്നും വേറെ തരം വിലക്കുകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നാടുവാഴികൾ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള കച്ചവടക്കാർക്കൊക്കെ സദ്യ നടത്തും. അതിൽ സുറിയാനി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ടാക്കി. പക്ഷേ അത് കുറച്ച് ഉയർന്ന പദവിയുള്ള ആൾക്കാരായിരിക്കും. അവർക്കെല്ലാം സദ്യ നടത്തുന്ന പരിപാടി 1950 വരെ, നാടുവാഴിത്തം അവസാനിക്കുന്ന നാടുവാഴികളുടെ അധികാരം മുഴുവൻ നഷ്ടപ്പെടുന്ന വരെ അതുണ്ടായിരുന്നു. ഈ സദ്യ നടത്തുന്നതിൽ രണ്ടോണത്തിനാളൊക്കെയാണ് പറയുന്നത് സദ്യ നടത്തുക. രണ്ടോണത്തിനാൾ മൂന്നോണത്തിനാൾ സദ്യ നടത്തും. എല്ലാവരും പങ്കെടുക്കും. ഈ സദ്യ നമ്മുടെ തീണ്ടം എന്നൊക്കെ പറയുന്നത് പദവി അനുസരിച്ച് അല്പം അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമാണല്ലോ. ഈ സദ്യയിൽ എനിക്ക് തോന്നുന്നത് അവർണരെ പങ്കെടുപ്പിക്കില്ല, പക്ഷെ സവർണരെ എല്ലാവരും പങ്കെടുപ്പിക്കും. അങ്ങനെ അത് വേറൊരു കാര്യം കൂടിയാണ്. കാരണം ഇവർക്ക് എല്ലാവർക്കും പരസ്പരം പങ്കുവയ്ക്കാവുന്ന കുറേ താല്പര്യങ്ങളുണ്ട്. കച്ചവടം ആയാലും ശരി, നികുതി ആയാലും ശരി, അധികാരമായാലും ശരി, എല്ലാവരും പരസ്പരം പങ്കുവയ്ക്കുന്ന കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് അതിൽ ജാതി മതമൊന്നും തടസ്സമായിരുന്നില്ല. നേരെ മറിച്ച് എല്ലാവരും ഉൾക്കൊള്ളുന്ന സദ്യ നടത്തുന്ന സർവാണി സദ്യ എന്ന് പറയുന്നത് പുറത്ത് നടത്തുന്ന ചില ആൾക്കാരും ഉണ്ടായിരുന്നു. സർവാണി സദ്യ നടത്തുക ചെയ്യും. പക്ഷെ അതിലും ഈ തീണ്ടലനുസരിച്ചാണ് ഊണ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ആദ്യം സവർണർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റുള്ള അവർണർക്ക് കൊടുക്കാറുള്ളൂ. ആധുനിക കാലത്ത് നമുക്ക് സ്വീകരിക്കാൻ പറ്റാവുന്ന ഓണത്തിനെ നമ്മളൊരു വലിയ ഉത്സവവും കളിയിൽ അധിഷ്ഠിതമായ ഒരു ഉത്സവമായിട്ട് എടുക്കുമ്പോൾ അതിലെല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയും. ഇപ്പോൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ടല്ലേ സത്യത്തിൽ. ഈ അടുത്ത കാലത്ത് മാത്രമാണ് കേരളത്തിൽ മതപരമായ ധ്രുവീകരണം ഇങ്ങനെ ശക്തമാകുമ്പോൾ മാത്രമാണ് ഓണം ഞങ്ങളുടേതല്ല എന്ന് ചില മതക്കാർ വാദിക്കുന്നത്. അതിനു മുമ്പ് അങ്ങനെ ഒരു വാദം തന്നെ ആരും ഉണ്ടായിരുന്നില്ല. ചിത്രമെഴുത്ത് KM വർഗീസ് എന്നുള്ള പഴയ കാലത്ത് നമ്മുടെ ഒരു പണ്ഡിതൻ ഓണപ്പടയും നസ്രാണികൾ എന്നുള്ള ലേഖനം എഴുതുന്ന കാലത്ത് ഓണപ്പട കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ, അല്ലെങ്കിൽ ഓണാഘോഷം കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ തനതായ ഒരു ആഘോഷമാണെന്ന് വാദിക്കുകയാണ് ചെയ്തത്. അതല്ലാതെ അതൊന്ന് ഒഴിഞ്ഞു നിൽക്കുകയല്ല ചെയ്തത്. പക്ഷേ പോർച്ചുഗീസുകാരുടെ കാലത്തുള്ള ക്രിസ്തു മതത്തിൻ്റെ ചില സംരംഭങ്ങളിൽ ഓണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ചില സൂചനകൾ അവർ കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഓണപ്പട പോലെ ചടങ്ങുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ആ പറഞ്ഞതൊക്കെ ജനങ്ങൾ കേട്ടിരുന്നോ അതിൽ സംശയമാണ്. കാരണം ജനങ്ങൾക്ക് ഉത്സവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനല്ല, അതിൽ പങ്കെടുക്കാനാണ് കൂടുതൽ താല്പര്യം. പിന്നെ മതമേധാവിത്വത്തിൻ്റെ സ്വാധീനം കൂടുതൽ കടന്നു വരുമ്പോഴാണ് ഈ ഒഴിഞ്ഞു നിൽക്കലുകൾ, ഒഴിഞ്ഞു മാറലുകൾ ഒരു പ്രശ്നമായിട്ട് മാറുന്നത്. അതിൽ നിന്ന് വിമുക്തമായിട്ട് ജനങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാൻ ജനങ്ങൾ വളരെ താല്പര്യത്തോടെ പങ്കെടുക്കും. സംഘടനകളും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ പങ്കെടുക്കേണ്ടി വരുന്നതാണ്. അതിൻ്റെ ഓണം ഒരു പൊതു ആഘോഷമാണ്, അങ്ങനെ വാദിക്കേണ്ടി വരുന്നതാണ്. ഇത്ര കാലം അത് വാദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഇപ്പോൾ ഈ 90കളിലും 2000-ൻ്റെ ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ 10-25 വർഷങ്ങളായിട്ട് ഓണം കേരളത്തിൻ്റെ ഒരു പൊതു ആഘോഷമാണെന്ന് വീണ്ടും വാദിക്കേണ്ട ഒരു ദുരവസ്ഥ വരുന്നുണ്ട്. ഇത് മുമ്പ് ഇങ്ങനെ വാദിക്കേണ്ട ആവശ്യമില്ലാത്ത തരത്തിൽ പൊതു ആഘോഷമായിരുന്നു. പല തരത്തിലാണ് പങ്കെടുക്കൽ. എല്ലാവരും ഒരേപോലെ പൂക്കളിടും, എല്ലാവരും തൃക്കാലപ്പിനെ വയ്ക്കുകയല്ല ചെയ്യുന്നത്, എല്ലാവരും മാവേലി മിത്ത് ആസ്വദിച്ചിരുന്നില്ല. ഓരോരുത്തരും ഓരോ തരത്തിൽ പങ്കെടുത്തിരുന്നു. ആ തരത്തിലുള്ള പങ്കാളിത്തം തന്നെയാണ് ഇപ്പോഴും ഏറ്റവും സമൂഹത്തിന് യോജിക്കുന്ന തരത്തിൽ. സമൂഹത്തിൻ്റെ വൈവിധ്യം നിലനിർത്തുകയും ഓരോരുത്തരുടെയും ഓരോ സമൂഹത്തിൻ്റെയും പങ്കാളിത്തം എങ്ങനെയൊക്കെയാണെന്ന് കടന്നു വരികയും ചെയ്യുക. ചിലപ്പോൾ അത് കളികളിലാവാം, ചിലപ്പോൾ അത് ചാനൽ ചർച്ചയിലാവാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യത്തിലാവാം. എന്തായിരുന്നാലും ചിലപ്പോൾ ഭക്ഷണത്തിലാവാം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ പറയുന്ന പോലെ 4 കറി പച്ചക്കറി സദ്യ മാത്രമൊന്നല്ല ഓണത്തിനുണ്ടായിരുന്നത്. ഓണത്തിന് വടക്കേ മലബാറിൽ പ്രത്യേകിച്ച് നായന്മാരടക്കം കോഴിക്കറിയുടെ സദ്യയാണ് ഓണത്തിന് നടത്തിയിരുന്നത്. നമ്മുടെ നാട്ടിൽ ഉടനീളം തന്നെ മീനും മാംസവും കഴിക്കുന്ന ആൾക്കാരും മദ്യം കഴിക്കുന്ന ആൾക്കാരൊക്കെ അത് കൂട്ടിയിട്ടുള്ള സദ്യയാണ് നടത്തുന്നത്. കാരണം സദ്യ എന്നുള്ളത് ഉത്സവത്തിൻ്റെ ഭാഗമാണ്. എല്ലാ ഉത്സവങ്ങൾക്കും സദ്യയുണ്ട്. ഓണത്തിൻ്റെ സദ്യക്കും ഓണത്തിൻ്റേത് മാത്രമായിട്ടൊരു സദ്യ അല്ല നമ്മൾ നടത്തുന്നത്. നമ്മൾ നടത്തുന്നത് പൊതു സദ്യ തന്നെയാണ്. അതെപ്പോഴും കുടുംബത്തിൻ്റെ അകത്താണ് നടത്തുക. പൊതുസ്ഥലത്ത് നടത്തുന്ന സദ്യകൾ നാടുവാഴികൾ മാത്രമേ നടത്താറുള്ളൂ.